1.5 കിലോ ബീഫാണ്. ആദ്യം തന്നെ ഇത് നന്നായി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലാണ് നല്ല കൂടെ ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല 2 ടീസ്പൂൺ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ബീഫ് പെർലൻ ഉണ്ടാക്കുവാനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. ആദ്യം തന്നെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബീഫ് പെർലൻ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ഉള്ളിയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മീറ്റ് മസാല 2 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാല ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ചെറു തീയിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് പെർലൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂർ എടുത്തു ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. വേവിൻ്റെ സമയം നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വ്യത്യാസം വരാം. കുക്കറിൽ വേവിക്കുന്നേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഞാൻ ദാ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുകയാണ്. ഇതിപ്പോൾ കപ്പയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഗ്രേവി കുറച്ചുകൂടിയും കുറവ് മതിയെന്നുള്ളവർക്ക് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിന് മുകളിലായി കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കാം.